മുന്നേ ബി ജെ പിയുടെ താമര വിരിയില്ല, ബി ജെ പിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല കേരള തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പം വരുന്ന എല്ലാ സർവേയിലും അത് തെക്ക് ഭാഗത്തായാലും വടക്ക് ഭാഗത്തായാലും കേരളത്തിൽ താമര വിരിയുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഇലക്ഷൻ കുറേയധികം താമരകൾ കേരളത്തിൽ വിരിയും എന്നുള്ളത് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത്. കേരളത്തിൽ ബി ജെ പി മത്സരിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത്. അത് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഏൽപ്പിച്ചു. സുരേഷ് എന്ന് പറയുന്നത് നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു വലിയ പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും വിമർശനം നേരിട്ടൊരു വ്യക്തിത്വം ഉണ്ടാവില്ല. പൊളിറ്റിക്സ് സ്വാഭാവികമാണ് വിമർശനം. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലാണ് സുരേഷ് ഗോപി ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ സുരേഷ് ഗോപിയുണ്ട്. ലോകം അവസാനിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ത്രിപുരയിൽ നിന്ന് പരാജയപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ കോട്ട പൊളിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ കോട്ടയിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കാണാൻ സാധ്യമല്ല. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര പതാക മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലും വരാൻ വേണ്ടി പോവുകയാണ്. ആ കോട്ടകളൊക്കെ തന്നെയും ഭാരതീയ ജനതാ പാർട്ടി പൊളിക്കും. നരേന്ദ്രമോദിയുടെ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിക്കാത്തവർ ഇന്ത്യയിൽ ആരുമില്ല. ഒരു വീട്ടിൽ ഒരു പദ്ധതിയെങ്കിലും നരേന്ദ്രമോദിയുടേതായിട്ടുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദി ഭാഷ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കൊരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, അതോടൊപ്പം തന്നെ ഹിന്ദി ഒരു കോമൺ ലാംഗ്വേജ് ആക്കണം, ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം. അങ്ങനെയുള്ള ആ ഒരു ഇടതുപക്ഷം പറയുന്ന ആ കാഴ്ചപ്പാടല്ല. നമുക്ക് ഇന്ത്യയിൽ സംസാരിക്കാൻ ഒരു കോമൺ ഭാഷ വേണം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. ഞാൻ 3 മാസം തുടർച്ചയായി യാത്ര ചെയ്ത് ഒരു വണ്ടിയും ഒരു ഡ്രൈവറുമായിട്ട് ഈ മധ്യപ്രദേശിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ആ മധ്യപ്രദേശ് ടീമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമ്മൾ തലശ്ശേരിയിൽ പറയുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന് പിന്തുണ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ തലശ്ശേരിയുടെ വികസനത്തിന് വേണ്ടി ഒരു ഡബിൾ എഞ്ചിൻ മാസ്റ്റർ പ്ലാൻ അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. കണ്ണൂരും തലശ്ശേരിയും യോജിപ്പിച്ചുകൊണ്ട് ഇതൊരു ട്വിൻ സിറ്റി എന്ന നിലക്ക് കണ്ണൂരും തലശ്ശേരിയും വികസിപ്പിക്കണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വേണം. ഇവിടെയാണ് ക്രിക്കറ്റും സർക്കസും കേക്കും ഒക്കെ പിറന്ന മണ്ണ് ഇതാണ്, കളരിയുടെ മണ്ണ് ഇതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായും ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇത്. തലശ്ശേരിയുടെ ബിരിയാണി ഫേമസ് ആണ്, തലശ്ശേരിയുടെ കായ്പോള ഫേമസ് ആണ്. അങ്ങനെ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. പക്ഷെ അതിന് പറ്റുന്ന ഒരു പ്രാധാന്യം ഗവൺമെന്റ് കൊടുക്കുകയോ പ്രൊമോഷൻ കൊടുക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമില്ല. അതുകൊണ്ട് ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള തലശ്ശേരി കാഴ്ചപ്പാടില്ലാത്ത ഭരണാധികാരികൾ വന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല, ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. കേരളത്തിന്റെ അതേ കാലാവസ്ഥയുള്ള ശ്രീലങ്കയിലേക്ക്, മോൾഡീവ്സിലേക്കൊക്കെ ആൾക്കാർ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് കേരളത്തിൽ പറ്റാത്തത്? കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കടലാണ്, ഒരു ഭാഗം മുഴുവൻ മലയാണ്. ഇത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ടൂറിസം സാധ്യത, പുതിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കണമെന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ തലശ്ശേരിക്കും അതിൻ്റെതായ ടൂറിസം മാപ്പിൽ ഒരു പ്രാധാന്യമുണ്ട്. അതും കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പരിശ്രമം, എല്ലാ പദ്ധതിയും എല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വാസം. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഇടതുപക്ഷത്തിൻ്റെയാണ്. ആ പ്രൊപ്പഗൻഡയുടെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നമസ്കാരം, സൈന സൗത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ABVP നാഷണൽ സെക്രട്ടറിയും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിലെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായി പ്രവർത്തിച്ച ഇപ്പോഴത്തെ തലശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി O നിതീഷ്. സ്വാഗതം. നമസ്തേ. തെരഞ്ഞെടുപ്പ് ചൂടിൽ എങ്ങനെ പോകുന്നു പര്യടനമൊക്കെ? തീർച്ചയായും ഇപ്പം നമ്മുടെ 2ാം ഘട്ട പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആവേശം നമുക്ക് വീടുകളിലും ജനങ്ങളെ കാണുമ്പോൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ജനങ്ങൾ വലിയ പിന്തുണയാണ് കേരളത്തിൽ BJPക്ക് നൽകുന്നത്. ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് വലിയ പിന്തുണ നമുക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തലശ്ശേരിയിലും വലിയ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ABVPയിൽ പ്രവർത്തിച്ചാണ് തുടങ്ങുന്നത്. അതും യൂണിറ്റ് സെക്രട്ടറി മുതൽ നാഷണൽ സെക്രട്ടറി വരെ ആവുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ആഭിമുഖ്യം വരുന്നത്, ABVPയിലേക്ക് വരുന്നതും ഒരു BJPയോടൊരു താല്പര്യം വരുന്നതൊക്കെ? ഒന്ന്, ചെറുപ്പത്തിലെ ഞാൻ സംഘമായിട്ട് ശാഖയുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ കോളേജിൽ പഴശ്ശിരാജ NSS കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പഴശ്ശിരാജ NSS കോളേജ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ ഒരു ഉരുക്ക് കോട്ടയാണ്. പക്ഷേ അവിടെ ഉള്ള ക്ലാസ് റൂമുകളിലെ പ്രസംഗം അതൊക്കെ ഒരു വൺ സൈഡഡ് ആണ് എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് മാത്രമേ പറയുള്ളൂ. മീൻസ് SFIക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഫേവറായിട്ട് ആൾക്കാർ സംസാരിക്കുന്നു.
അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് മറ്റ് സൈഡ് പറയാൻ ആൾക്കാരില്ലാത്തത്. അപ്പോൾ മറ്റ് സൈഡ് പറയാൻ ആൾക്കാരില്ലാത്തത് അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം SFIക്കാർ നൽകാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഈ ഇലക്ഷൻ കാലം വരികയും എൻ്റെ ക്ലാസ്സിൽ, ഞാൻ ഹിസ്റ്ററിയിലാണ് പഠിച്ചത്, അപ്പോൾ ആ ക്ലാസ്സിൽ വന്നിട്ട് SFIക്കാർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ചില പോയിന്റുകൾ അവർ ഒരു തെറ്റായ പോയിന്റുകൾ അവർക്ക് ഫേവറായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് മറുപടി പറയണം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ് റൂമിൽ പ്രസംഗിക്കുന്നത്. ഇതിനുള്ള 1-2 പോയിന്റ്. പിന്നെ അത് വലിയ പ്രസംഗമൊന്നും ആയിരിക്കില്ല. ഈ ആദ്യമായി പ്രസംഗിക്കുന്നവൻ്റെ എല്ലാ ആകുലതയും വേവലാതിയും ടെൻഷനും ഒക്കെ ചേർന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ആ പ്രസംഗത്തോടുകൂടി അതിൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ തിരിച്ചറിഞ്ഞാൽ ഇവനെന്തോ ഒരു ഈ ഐഡിയോളജിയുമായിട്ട് ദേശീയമായ കാഴ്ചപ്പാടുണ്ട്, അപ്പോൾ ഇവനെ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ ചേർക്കാം. അങ്ങനെയാണ് ഞാൻ ABVPയുടെ ഭാഗമാകുന്നത്. ABVPയിൽ താഴെത്തട്ടിലെ കോളേജ് യൂണിറ്റിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ് തൊട്ട് ABVPയുടെ നാഷണൽ സെക്രട്ടറി വരെ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ മധ്യപ്രദേശിലേക്കും കൂടി പ്രവർത്തന മണ്ഡലം വികസിപ്പിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഹിന്ദി പറയുന്ന ആളുകൾ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് ആശംസകളൊക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു പ്രവർത്തനം? അത് സംഘടന നൽകിയിട്ടുള്ള ഒരു അവസരമാണ്. ഞാൻ ദീർഘകാലം ABVPയുടെ പഠനകാലത്തിന് ശേഷം മുഴുവൻ സമയ പ്രവർത്തനം ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം നമ്മുടെ സംഘത്തിലും പരിവാർ സംഘടനയിലും ഉണ്ട്. സംഘത്തിൽ അതിന് പ്രചാരക് എന്നാണ് പറയുക. ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഒരു നിശ്ചിത സമയം, അങ്ങനെ ദീർഘകാലം ജീവിതകാലം മുഴുവൻ സംഘത്തിൻ്റെ പ്രചാരകമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഞാൻ ഒരു ഏകദേശം 20 വർഷം ABVPയുടെ മുഴുവൻ സമയ പ്രവർത്തനം സംഘടനാ കാര്യമാണ് ശ്രദ്ധിക്കുക. ഈ ബിഹൈൻഡ് ദ സ്ക്രീൻ അവർക്ക് പുറത്തു വന്ന് അങ്ങനെയുള്ള പ്രസംഗവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായി. പക്ഷെ അവർ സംഘടനയുടെ ഒരു ചാലകശക്തിയായി സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനമാണ് എപ്പോഴും നേതൃത്വം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൻ്റെ സംഘടനാ സെക്രട്ടറി, മുഴുവൻ കേരളത്തിൻ്റെയും സംഘടനാ കാര്യം നോക്കുന്ന സെക്രട്ടറി. അപ്പോൾ അതിനുശേഷം 2017 ആണ് എന്നെ മധ്യപ്രദേശിലേക്ക് സംഘടനാ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ സമയത്ത് നാഷണൽ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്നാണ് മധ്യപ്രദേശിനെ പറയാം, ഹിന്ദി ഹാർട്ട്. അപ്പോൾ അതുവരെ നമ്മൾ ഹിന്ദി കൂടുതലായിട്ട് സംസാരിക്കുക, കേട്ടാൽ മനസ്സിലാവും എന്നല്ലാതെ പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ സ്ഥലത്ത് പോയി അവിടുത്തെ നമ്മൾ കേരളത്തിൽ ഒരു നറേറ്റീവ് ഉണ്ട്, എന്തോ ഉത്തരേന്ത്യ വളരെ മോശമാണ്, അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി, അവിടുത്തെ ഭക്ഷണം, അവരുടെ ജീവിത ശൈലിയൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞ് ആ ഒരു ധാരണപ്പുറത്താണ് നമ്മളവിടെ പോകുന്നത്. പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മളോടൊപ്പം തന്നെ സമാനമായി സാംസ്കാരികമായി വളരെ ഔന്നത്യമുള്ള ചരിത്രപരമായ വലിയ പാരമ്പര്യമുള്ള നാട്ടിലേക്കാണ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഗ്രാമങ്ങളിൽ അവർ ഹിന്ദിയാണ് സംസാരിക്കുക. ഞാനതിൽ തീരുമാനമെടുത്ത് 1 വർഷം ഞാൻ ഹിന്ദി മാത്രമേ സംസാരിക്കൂ. ബാക്കി അവിടെ മലയാളികൾ, ഈ കോഫി ഹൗസിലൊക്കെ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ഞാൻ അവരെയൊക്കെ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അവരെയൊക്കെ ഫോൺ ചെയ്യുന്നതും കാണുന്നതും ഞാൻ 1 വർഷത്തേക്ക് അവരോടും പറഞ്ഞു, ഞാൻ ഇനി 1 വർഷം മുഴുവൻ ഹിന്ദി ഏരിയയിൽ ഹിന്ദി സംസാരിക്കും. അങ്ങനെ 1 വർഷത്തെ എൻ്റെ ഒരു കഠിന പരിശ്രമം ഉണ്ടാക്കി. ഈ അവിടെ ഏകദേശം നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ 3 മാസം തുടർച്ചയായി യാത്ര ചെയ്ത് ഒരു വണ്ടിയും ഒരു ഡ്രൈവറുമായിട്ട് ഈ മധ്യപ്രദേശിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ആ മധ്യപ്രദേശ് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഈ നൈറ്റ് ലൈഫ് എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് വന്നു. ഇപ്പോൾ ഇൻഡോറിൽ നൈറ്റ് ലൈഫ് ഉണ്ട്. രാത്രിയിൽ അവിടെ സഹാര സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഗോൾഡിൻ്റെ ബിസിനസ് നടത്തുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അത് രാത്രിയാകുമ്പോൾ നേരെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇൻഡോറിലെ. അപ്പോൾ ആ സ്ട്രീറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഇങ്ങനെയും കേരളത്തിൽ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരികയൊക്കെ ചെയ്തു. അപ്പോൾ മധ്യപ്രദേശിൽ പോകാനും അവിടെ സംഘടനാ പ്രവർത്തനം ചെയ്യാനും അവിടെ ജീവിക്കാനും അവരോടൊപ്പം സംഘടനാ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അവസരം സംഘടനയാണ് തന്നത്. അത് ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു സംഘടനയുടെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും കുടുംബത്തിലെ തന്നെ ആ ഒരു സംഘടനയോട് ആഭിമുഖ്യം ഉണ്ടാവാറുണ്ട്, ആ ഒരു പാർട്ടിയോട്. അത്തരത്തിൽ കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അതിനകത്ത് നമ്മുടെ കുടുംബത്തിൽ അമ്മ SFI ആണ്, അച്ഛൻ അങ്ങനെ ഒരു BJP സപ്പോർട്ടറാണ്, BJPയുടെ സംഘടനാ ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടവും ഈ വായനക്ക് ഒക്കെ പ്രോത്സാഹനം തന്നത്, വായിക്കണം, പ്രസംഗിക്കണം, കലാപരമായ വിഷയങ്ങൾ ഇടപെടണം എന്നൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മായി ഒക്കെയാണ്. പക്ഷെ അവരുടെ പശ്ചാത്തലം പൂർണ്ണമായി ഇടതുപക്ഷമായി. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഇടതുപക്ഷത്തോട് വലിയ ആഭിമുഖ്യമുള്ള, SFIയോട് ആഭിമുഖ്യമുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സമരത്തിന് ഇറങ്ങുന്നത് 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഒരു ബസ് തടയലുമായിട്ട് ബന്ധപ്പെട്ട് SFIയുടെ സമരത്തിലാണ് എൻ്റെ സംഘടനാ പ്രവർത്തനം, പൊതുജീവിതം ആരംഭിക്കുന്നത്.
പക്ഷേ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അമ്മ SFI ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 20 വർഷം മുഴുവൻ സമയം സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ രക്ഷിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നാട്ടുകാരൊക്കെ പറയും എന്തിനാണ് ഇവനിങ്ങനെ പറഞ്ഞു വിടുന്നത്, നിങ്ങൾ അവനെ തിരിച്ചു വിളിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറയുമ്പോഴും അമ്മ എപ്പോഴും സ്ട്രോങ് ആയിട്ടൊരു എന്തായാലും ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന അമ്മയാണ്. അമ്മ പറയുന്നത് അയാൾ എന്താണ് മോൻ എന്താണ് താല്പര്യം അതിൽ ജീവിച്ചോട്ടെ, അതിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ആ വീട്ടിലുള്ള വലിയ സപ്പോർട്ടാണ് ഈ പ്രവർത്തനം ഇത്രയും വർഷം ചെയ്യാനും തുടരാനും സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹിന്ദി ഉപദേശക സമിതി അംഗം, അതങ്ങനെ കേട്ടുപരിചയമുള്ള ഒന്നല്ല, അതും പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിൽ. എന്താണ് ആ ഒരു പോസ്റ്റ്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? അതിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദി ഭാഷ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കൊരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, അതോടൊപ്പം തന്നെ ഹിന്ദി ഒരു കോമൺ ലാംഗ്വേജ് ആക്കണം, ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം. അങ്ങനെയുള്ള ആ ഒരു മറ്റേ ഇടതുപക്ഷം പറയുന്ന ആ കാഴ്ചപ്പാടല്ല. നമുക്ക് ഇന്ത്യയിൽ സംസാരിക്കാൻ ഒരു കോമൺ ഭാഷ വേണം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിനും എല്ലാ മന്ത്രാലയങ്ങളും ഈ ഹിന്ദി പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയുണ്ട്, ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. ആ ബോഡിയിലാണ് ഞാനും മെമ്പറായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും കാലത്തെ കേരള ചരിത്രം എടുത്ത് നോക്കിയാൽ UDFും LDFും മാറി മാറി ഭരിക്കുകയും കഴിഞ്ഞ 2 ടേമിലും തുടർഭരണം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണ ജനം വൈ BJP എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരവുള്ളത്? തീർച്ചയായും ഇതിൽ രണ്ടും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഒന്ന്, 70 വർഷക്കാലമായിട്ട് കേരളം ഇടതും വലതും ഭരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000-ൽ കൂടുതൽ വീടുകൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സമ്പർക്കവുമായി ബന്ധപ്പെട്ട് അവർ നേരിട്ട് കാണാൻ വേണ്ടി പോയി. എല്ലാ വീടുകളിലും കാണുന്ന എന്താണ്, ഒരു 60 വയസ്സിന് ശേഷമുള്ള രക്ഷിതാക്കളാണ് എല്ലാ വീടുകളിലും. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി കേരളം ഒരു വൃദ്ധാലയമായിട്ട് മാറുകയാണ്. എല്ലാ വീട്ടുകളിലും നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളില്ല, യുവാക്കളില്ല. ഈ വിദ്യാർത്ഥികളും യുവാക്കളും എവിടെയാണ് പോകുന്നത്? വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. യുവാക്കളും പഠനത്തിന് ശേഷം തൊഴിലിന് വേണ്ടിയിട്ട് അയൽ സംസ്ഥാനത്ത് പോകുന്നു, അല്ലെങ്കിൽ വിദേശത്തെ ആശ്രയിക്കുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇവിടെ ഭരിച്ച ഇടതും വലതിനും ശക്തമായ ഒരു കാഴ്ചപ്പാടില്ല, ഒരു വിശാലമായ കാഴ്ചപ്പാടില്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും തൊഴിലിന് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പോകുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ളത് നരേന്ദ്രമോദി 2014 തൊട്ട് പറയുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് ജോലി ചെയ്യുന്ന ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഇന്ത്യയിലേക്ക് വരികയും അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാ ലോൺ പോലുള്ള കാര്യങ്ങൾ അവർക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നൽകുന്നു. അതുകൊണ്ട് ഈ 2 മാറ്റവും ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ കാണുന്നുണ്ട്. 2014 ശേഷമുള്ള ഭാരതം മറ്റ് സംസ്ഥാനങ്ങൾ വളരെ മുന്നോട്ട് പോയത് 70 വർഷക്കാലം കേരളത്തിൽ ഇടതും വലതും ഭരിച്ചതിൻ്റെ ഒരു നമ്മൾ കുറച്ച് താഴേക്ക് പോയതിൻ്റെ കാര്യവും ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ഇവിടെ ഇടതും വലതും ഭരിച്ച ഒരു സംസ്ഥാനത്ത് ഇടതിനു പകരം ബദൽ വലതല്ല, ഇടതിനും വലതിനും ബദൽ മൂന്നാം ബദലാണ്, അത് നരേന്ദ്രമോദിയുടെ ബദലാണ് എന്നുള്ളതാണ് കേരളം ചിന്തിക്കുന്നത്. NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും വലിയ ബ്രാൻഡ് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിന് കേരളത്തിൽ തലശ്ശേരിയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പര്യടനത്തിൽ തോന്നിയിട്ടുള്ളത്? തീർച്ചയായും അതിൽ നരേന്ദ്രമോദിയുടെ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിക്കാത്തവർ ഇന്ത്യയിൽ ആരുമില്ല. ഒരു വീട്ടിൽ ഒരു പദ്ധതിയെങ്കിലും നരേന്ദ്രമോദിയുടേതായിട്ടുണ്ട്. അതിൽ എല്ലാ വീടുകളിലേക്കും ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് വെള്ളം എത്തിച്ചിട്ടുണ്ട്, പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കേരള സർക്കാർ പണം വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് പൈപ്പ് എല്ലാ വീടുകളിലും എത്തി, വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ട് MP-മാരുടെയോ MLA-മാരുടെയോ മന്ത്രിമാരുടെയോ ശുപാർശ ലെറ്ററിൽ മാത്രമാണ് ഗ്യാസ് കണക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അപേക്ഷിച്ചാൽ ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പാവപ്പെട്ടവർക്ക് എല്ലാ വർഷവും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നരേന്ദ്രമോദിയുടേതായിട്ട് കൊടുക്കുന്നുണ്ട്. 70 വയസ്സിന് ശേഷമുള്ളവർക്ക് 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഈ അവശ്യ മരുന്നുകൾക്ക് വില കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഈ രോഗാവസ്ഥയെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുണ്ട്. GSTയുടെ സ്ലാബ്
അത് കുറച്ചതിൻ്റെ കാരണമായിട്ട് ഓരോ ജനങ്ങൾക്കും ഇപ്പോൾ ടി വി വാങ്ങിക്കുന്നവർക്ക്, കാർ വാങ്ങിക്കുന്നവർക്ക്, അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക്, തുണി വാങ്ങിക്കുന്നവർക്ക് എല്ലാ കാര്യത്തിലും നരേന്ദ്രമോദിയുടെ ഈ പദ്ധതിയുടെ ഗുണം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായും തലശ്ശേരിയിലും ആ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. നമ്മൾ തലശ്ശേരിയിൽ പറയുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന് പിന്തുണ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ തലശ്ശേരിയുടെ വികസനത്തിന് വേണ്ടി ഒരു ഡബിൾ എഞ്ചിൻ മാസ്റ്റർ പ്ലാൻ അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി നമ്മൾ നടപ്പിലാക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് വലിയ പിന്തുണയുണ്ട്. തലശ്ശേരിയുടെ ടൂറിസം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എത്തരത്തിൽ അത് ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്? തീർച്ചയായും തലശ്ശേരിക്ക് വലിയ ചരിത്രവും പൗരാണികമായിട്ടുള്ള പാരമ്പര്യവും. നമുക്ക് ഇവിടെ ഭരണത്തിൻ്റെ കാര്യത്തിൽ പഴശ്ശിരാജാവ് ഭരണം നടത്തിയ മണ്ണാണിത്. നീതിന്യായ വ്യവസ്ഥയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പോലുള്ള വലിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ക്രിക്കറ്റും സർക്കസും കേക്കും ഒക്കെ പിറന്ന മണ്ണ് ഇതാണ്. കളരിയുടെ മണ്ണ് ഇതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായും ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇത്. വ്യാവസായ കാലഘട്ടം നിങ്ങൾ നോക്കൂ, എത്രയോ വർഷങ്ങളായിട്ട് പാണ്ഡികശാല എന്ന് പറയുന്ന സ്ഥലം ഈ ഉത്തര മലബാറിൻ്റെ മുഴുവൻ ബിസിനസ് ഹബ്ബായിരുന്നു തലശ്ശേരി. പക്ഷേ കഴിഞ്ഞ ഇത്രയും കാലഘട്ടമായിട്ട് ആ തരത്തിലുള്ള ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ ചോദിച്ച ഈ ടൂറിസം മേഖലയിലെ സാധ്യത. നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ടിൻ സിറ്റി എന്ന കൺസെപ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ നമുക്ക് സെക്കൻഡറാബാദ്, ഹൈദരാബാദ് അത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ അതൊരു കോറിഡോറാണ്. അവിടെ ആ രാജ്യത്ത് ആ സംസ്ഥാനത്ത് വലിയ വികസനം ഉണ്ടാക്കി. നമ്മുടെ ഒറീസ സ്റ്റേറ്റിൽ ഭുവനേശ്വറും കട്ടക്കും ഒരു സിറ്റിയായി വന്നു, ടിൻ സിറ്റിയാണ്. പക്ഷേ അതിപ്പോൾ ഒരു സിറ്റി എന്ന നിലക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കണ്ണൂരും തലശ്ശേരിയും യോജിപ്പിച്ചുകൊണ്ട് ഇതൊരു ട്വിൻ സിറ്റി എന്ന നിലക്ക് കണ്ണൂരും തലശ്ശേരിയും വികസിപ്പിക്കണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വേണം. അതിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഈ അഹമ്മദാബാദ് പോയാൽ നരേന്ദ്രമോദി നർമ്മദയുടെ തീരം അതിൻ്റെ തീരം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ടൂറിസത്തിന് വലിയ സാധ്യതയാണ് അത് തുറന്നു കൊടുത്തത്. അതുപോലെ ഈ കണ്ണൂർ ജില്ലയിലെ ഈ നമ്മുടെ തലശ്ശേരി കണ്ണൂർ എന്നൊക്കെ പറയുന്നത് മുഴുവൻ കടലോരമാണ്. ആ കടലോരം പ്രയോജനപ്പെടുത്തി ടൂറിസത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. അവിടെ IT ഹബ്ബുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. പുതിയ തൊഴിൽശാലകൾ കൊടുക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ വരണം. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത് നമ്മുടെ തലശ്ശേരിയിലെ കടൽപ്പാലമുണ്ട്. എത്രയോ ചരിത്രം പേറുന്ന കടൽപ്പാലം. അത് കുട്ടിഘോഷിച്ച് അത് തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കുന്നത് അത് തുറന്നു കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അത് കൊട്ടി അടച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ പോയതിന് അത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ തലശ്ശേരി ആ ഏരിയയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയോ മലയാള സിനിമ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണ്. അതിന് ആ പ്രൊമോഷൻ കൊടുക്കുന്നില്ല. തലശ്ശേരിയുടെ ഭക്ഷണം, ഇപ്പോൾ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ ആൾക്കാർ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നത്, നമ്മൾ മലയാളികൾ പോലും ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഹൈദരാബാദ് ടൗണിലേക്ക് പോകും. തലശ്ശേരിയുടെ ബിരിയാണി ഫേമസ് ആണ്, തലശ്ശേരിയുടെ കായ്പോള ഫേമസ് ആണ്. അങ്ങനെ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അതിന് പറ്റുന്ന ഒരു പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുകയോ പ്രൊമോഷൻ കൊടുക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമില്ല. അതുകൊണ്ട് ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള തലശ്ശേരി കാഴ്ചപ്പാടില്ലാത്ത ഭരണാധികാരികൾ വന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല, ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടി, നമുക്ക് കൊറോണയ്ക്ക് ശേഷം ലോകക്രമം മുഴുവൻ മാറിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നതിനേക്കാൾ പുറത്തു പോകാനും ആഘോഷിക്കാനും ആസ്വദിക്കാനും നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയുള്ള ശ്രീലങ്കയിലേക്ക്, മോൾഡീവ്സിലേക്കൊക്കെ ആൾക്കാർ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് കേരളത്തിൽ പറ്റാത്തത്? കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കടലാണ്, ഒരു ഭാഗം മുഴുവൻ മലയാണ്. ഇത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ടൂറിസം സാധ്യത, പുതിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കണമെന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ തലശ്ശേരിക്കും അതിൻ്റേതായ ടൂറിസം മാപ്പിൽ ഒരു പ്രാധാന്യമുണ്ട്. അതും കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി BJP ജയിക്കുകയാണ് ചെയ്യും. ടൂറിസത്തിന് അപ്പുറത്തേക്ക് മറ്റു മേഖലകളിലൊക്കെ എന്തൊക്കെ തരം ആവശ്യങ്ങളാണ് ഇപ്പോൾ ഈ പര്യടനത്തിന് പോകുന്ന സമയത്ത് ആളുകൾ ഉന്നയിക്കുന്നത്? അതായത് ഏതൊക്കെ മേഖലകളിൽ വികസനം വേണം? ഇതിൽ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, തലശ്ശേരി മുനിസിപ്പാലിറ്റി 5 പഞ്ചായത്തുകളാണ്. ഈ 5 പഞ്ചായത്ത് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറൻ്റ് ആണ്. തലശ്ശേരി സിറ്റി എന്ന് പറയുന്നത് ഒരു ടൗൺ ഏരിയ ആണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു പരിഷ്കരണം നമ്മുടെ തലശ്ശേരിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രബുദ്ധ സമൂഹത്തിന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിറ്റിയല്ല തലശ്ശേരിയുടെ സിറ്റി. പക്ഷേ വലിയ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. BJP മുന്നോട്ട് വെക്കുന്നത് ഈ സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളും യോജിപ്പിച്ചുകൊണ്ട് ഒരു മോഡേൺ സിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തോളം പാരമ്പര്യമുണ്ട് ഇവിടുത്തെ റോഡുകൾക്ക്. നിങ്ങൾ പോയാൽ കാണാം, കോൺക്രീറ്റ് റോഡുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത്
കോൺക്രീറ്റ് ചെയ്തതാണ്. പക്ഷേ ആ റോഡുകൾ ഇന്ന് നിലനിൽക്കുകയാണ്. ആ റോഡിന് വീതി കൂട്ടാനുള്ള സംവിധാനം ഇവിടുത്തെ ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല. ട്രാഫിക് ബ്ലോക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല. ദീർഘദൂര യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു സിറ്റിയാണ് തലശ്ശേരി. അവർക്ക് ആവശ്യത്തിനുള്ള ശൗചാലയമോ മൂത്രപ്പുരയോ അതുപോലുള്ള കാര്യങ്ങളില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം ഈ മത്സ്യ മാർക്കറ്റിലും ഈ പച്ചക്കറി മാർക്കറ്റിലും ഒക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒന്ന് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു കാഴ്ചപ്പാടില്ല. അപ്പം നമ്മൾ പറയുന്നത് ഒരു മോഡേൺ സിറ്റി, ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ തിരിശേഷിപ്പുകൾ അവശേഷിക്കുന്ന ഒരു മോഡേൺ സിറ്റി നിർമ്മിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഹൈവേ നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ട് ഏകദേശം തലശ്ശേരി ടൗണിൻ്റെ ഏകദേശം മധ്യഭാഗത്തൂടെയാണ് പോകുന്നത്. പക്ഷേ ആ തലശ്ശേരിയിലൂടെ പോകുന്ന ഹൈവേ യോജിപ്പിക്കാൻ ഗ്രാമീണ ഇടറോഡുകളുണ്ട്. ഇടറോഡുകൾ സഞ്ചാരയോഗ്യമല്ല, പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ ഉള്ളത്. ഈ ഹൈവേയെ കണക്ട് ചെയ്യിക്കുന്ന നല്ല റോഡുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. പിന്നെ ഒന്ന്, പഞ്ചായത്തുകൾ അവിടെ കൃഷിയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ വയലുകളും തരിശുഭൂമിയായിട്ട് കിടക്കുകയാണ്. ആ വയലുകളൊക്കെ പുനരുജ്ജീവിപ്പിക്കുകയും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പുതിയ കൃഷിരീതി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കുകയും കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുകയും, യുവാക്കളിപ്പോൾ ഈ IT ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ ആ IT സെക്ടർ ഉപയോഗിച്ച് കൃഷി മേഖലയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ പ്രാധാന്യം കൊടുക്കാത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ കൃഷിരീതി അവിടെ അവലംബിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാവിലെ ഒന്ന് നടക്കാൻ തലശ്ശേരിയിലെ ഈ സ്റ്റേഡിയത്തിൽ 500 രൂപ ഫീസ് കൊടുക്കണം. മെയിൻ്റനൻസ് ഫീസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് ഒന്ന് പ്രഭാത നടത്തത്തിന് വേണ്ടിയിട്ട് ഒരു സൗകര്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓപ്പൺ ജിമ്മ് എല്ലാ സ്ഥലങ്ങളിലും വളരെ ട്രെൻഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഓപ്പൺ ജിമ്മ്. തലശ്ശേരിയിൽ നമുക്ക് അത് കാണാൻ സാധ്യമല്ല. അങ്ങനെ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ, ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന, പ്രത്യേകിച്ച് മുതിർന്നവർ പറയുന്നതാണ്, യൂത്ത് വോട്ടിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ പറയുന്ന സമ്മതിദാന അവകാശം എന്നുള്ള ആ വാക്കിന്റെ ഒരു കലമുണ്ടല്ലോ, അത് പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഒരുപാട് പുതിയ വോട്ടർമാരും കൂടെ ഈ ഇലക്ഷന് വരികയാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അവർ സംസാരിക്കുന്നുണ്ടോ? അവര് രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ പറ്റി ബോധവാന്മാരാണോ? അവർക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അവര്? അതിലൊരു 2 അഭിപ്രായം എനിക്കുള്ളത്. ഒന്ന്, ഈ ക്ലീഷേ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണ്, മോശക്കാരാണ് എന്നുള്ളൊരു ധാരണ യുവാക്കളുടെ മനസ്സിൽ എങ്ങനെയോ വന്നിട്ട് അത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ വിഷയം, ഞാൻ ഈ ജൻസി ഗ്രൂപ്പിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു സമൂഹം, രണ്ടാമത് ഇത്രയും ടാലൻ്റുള്ള ഒരു ഏജ് ഗ്രൂപ്പ്. അപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. അവരാണ് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്. അവർ പുറത്ത് നമ്മളോട് പറയുന്നുണ്ടാവില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ സമരത്തിലോ മുദ്രാവാക്യം വിളിക്കാനൊന്നും അവരെ കാണുന്നുണ്ടാവില്ല. പക്ഷേ അവർ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കാൻ തയ്യാറാണ്. അവർ നരേന്ദ്രമോദിയുടെ ആശയത്തോട് വളരെ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ജൻസി ഗ്രൂപ്പ് പൂർണ്ണമായും BJPയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം. അത് കേരളത്തിലും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്ഥിരമായി ചോദിക്കുന്നതായിരിക്കും, പക്ഷെ ഒരു കൗതുകമുള്ള ചോദ്യം ആയതുകൊണ്ട് ചോദിക്കുന്നു. കേരളത്തിൽ എത്ര സീറ്റ് BJP നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ എല്ലാം മാധ്യമങ്ങൾ നോക്കിയാൽ മുന്നേ BJPയുടെ താമര വിരിയില്ല, BJPക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല കേരള തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പം വരുന്ന എല്ലാ സർവേയിലും, അത് തെക്ക് ഭാഗത്തായാലും വടക്ക് ഭാഗത്തായാലും, കേരളത്തിൽ താമര വിരിയുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഇലക്ഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് അത് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി നമുക്ക് കേരളത്തിൽ ഉണ്ടാവും. കുറേയധികം താമരകൾ കേരളത്തിൽ വിരിയും എന്നുള്ളത് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുക. ഇന്ന് ഇലക്ഷൻ പര്യടനത്തിന് വേണ്ടി ശ്രീ സുരേഷ് ഗോപിയും കൂടെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസ് ഒക്കെ കാണാം കൂടെയുള്ള. എങ്ങനെയാണ് ആ ഒരു ബന്ധം? സുരേഷ് ഗോപിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? തീർച്ചയായും സുരേഷ് എന്ന് പറയുന്നത് നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരു വലിയ പ്രചോദനം നൽകുന്ന വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും വിമർശനം നേരിട്ടൊരു വ്യക്തിത്വം ഉണ്ടാവില്ല. പൊളിറ്റിക്സ് സ്വാഭാവികമാണ് വിമർശനം. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പ്രവർത്തിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ബുദ്ധി കൊണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിയും കൊണ്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഹൃദയം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലാണ് സുരേഷ് ഗോപി ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സുരേഷ് ഗോപിയുണ്ട്.
അദ്ദേഹം നമുക്ക് വലിയ പ്രചോദനം പ്രേരണയാണ് നൽകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ തലശ്ശേരിയുടെ ഈ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു കുട്ടിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ട്, കൈ അദ്ദേഹത്തിൻ്റെ ഇത്രയും പൊങ്ങും. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സുരേഷ് ഗോപിയെ നേരിട്ട് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരിട്ട് കാണുക, ഇലക്ഷൻ പ്രചരണമാണ്, നമ്മൾ എല്ലാ ദിവസവും വലിയ ഷെഡ്യൂൾ സുരേഷ് ഗോപി സാറിൻ്റെ കാണുന്നുണ്ട്, എനിക്കറിയില്ല എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു. ഈ കാര്യം വോയിസ് മെസ്സേജാണ് ഇട്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം തിരിച്ചു വിളിച്ചു. ആ വീഡിയോ നിങ്ങൾ യൂട്യൂബ് ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട്. അപ്പോൾ തിരിച്ചു വിളിച്ച് അയാളെ നേരിട്ട് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എനിക്ക് ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ലാപ്ടോപ്പ് വേണം. അപ്പോൾ സുരേഷ് ഗോപി സാർ പറഞ്ഞു, ഞാൻ വീൽ ചെയർ എത്തിച്ചേരാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വീൽ ചെയർ വേണ്ട, എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതിന് ലാപ്ടോപ്പ് വേണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു കുട്ടി ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ ആ കുട്ടിയുടെ പ്രശ്നം പരിഹരിച്ച് തരുന്ന തരത്തിലേക്ക് അത്രയും ജനങ്ങളുമായിട്ട് ഹൃദയബന്ധം പുലർത്തുന്ന ഒരു ആളാണ് സുരേഷ് ഗോപി സാർ. അപ്പോൾ അതുകൊണ്ട് നമുക്കും അതൊരു വലിയ പ്രേരണയാണ്. ഇന്ന് സുരേഷ് ഗോപി സാർ ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹവും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്, ആഗ്രഹമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണയാണ് നൽകുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാ? സംഘടനാ പ്രവർത്തന കാലത്താണോ? ആ BJP വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള ഒരു പല പ്രോഗ്രാമിലും കാണും, സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജെനുവിനിറ്റിയാണ് അദ്ദേഹമായിട്ട് കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചോദിക്കുമ്പോൾ കണ്ണൂരിലെ BJP അല്ലെ കണ്ണൂരിലെ NDAക്ക് എത്രമാത്രം താമര ആഴത്തിലാണ്? തീർച്ചയായും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയാണ് കണ്ണൂർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അങ്ങനെ ഇന്നയാളുടെ കുത്തക, ഇന്നയാൾക്കാരുടെ കോട്ട എന്നുള്ളത് ഇല്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. നമുക്കറിയാം, TK ഗോവിന്ദൻ്റെ വിഷയം, ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ മത്സരിച്ച വിഷയം, തളിപ്പറമ്പിലെ കുഞ്ഞികൃഷ്ണൻ്റെ ഇഷ്യൂസ്, അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതൊരു പോസിറ്റീവാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് എന്ന് തോന്നുന്നതാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അങ്ങനെ കോട്ടയായ സ്ഥലങ്ങളുണ്ട്. 30 വർഷത്തിൽ കൂടുതൽ ത്രിപുര മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. ത്രിപുര മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയായിരുന്നു. ലോകം അവസാനിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ത്രിപുരയിൽ നിന്ന് പരാജയപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ കോട്ട പൊളിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ കോട്ടയിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കാണാൻ സാധ്യമല്ല. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര പതാക മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലും വരാൻ വേണ്ടി പോവുകയാണ്. ആ കോട്ടകളൊക്കെ തന്നെയും ഭാരതീയ ജനതാ പാർട്ടി പൊളിക്കും. ഇത്രയും നാളായി സംഘടനയിൽ പ്രവർത്തിച്ചു, പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ പാർട്ടി പറയുകയാണ് MLA ആവാൻ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾ തരുവാണ്, മത്സരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുമ്പോൾ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? തീർച്ചയായും അങ്ങനെ ഈ പാർട്ടിയിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെയൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇത് നരേന്ദ്രമോദിയും അമിത്ഷാജി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അവർ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിന് ഒരു അവസരം നൽകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ച് വരേണ്ട കാര്യമാണ്. പക്ഷേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തും നിങ്ങൾ പോയി പ്രവർത്തിക്കണമെന്ന നിലയ്ക്ക് എന്നോട് ഏകദേശം 3 മാസം മുന്നേ തലശ്ശേരി വന്ന് പ്രവർത്തിക്കാൻ സംഘടന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും സംഘടനാ പ്രവർത്തനം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലുണ്ടായിരുന്നത്. ഇവിടെ ഇലക്ഷൻ ആര് വന്നാലും, ഈ കാൻഡിഡേറ്റ് ആര് വന്നാലും നമുക്ക് ജയിക്കണം, നമുക്ക് മുന്നോട്ട് പോകണം, BJPയുടെ പ്രവർത്തനം നടത്തണം എന്നുള്ളത് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. അത് വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ മനസ്സിലാക്കും. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് BJP അങ്ങനെ ഒരു അവസരം തരുമ്പോൾ എല്ലാ കഴിവും ഉപയോഗിച്ച്, നമുക്ക് ഇത്ര നാളും ആർജിക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ കഴിവും ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ 6 മണി തൊട്ട് രാത്രി 12-1 മണി വരെ ഫീൽഡിൽ തന്നെയുണ്ട്, പ്രവർത്തകരുടെ കൂടെയുണ്ട്, ജനങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അതൊരു എന്തായാലും പറയാം, ആ ചുമതല നിർവഹിക്കാനുള്ള ഒരു അഭിമാനവും കൂടി ആ സമയത്ത് തോന്നുന്നത്. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് LDF തന്നെയായിരുന്നു ഇവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു മത്സരത്തിന്റെ കടുപ്പം എത്രത്തോളം ഉണ്ട്? തീർച്ചയായും ഇവിടെ BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ സീറ്റുകൾ നിരവധിയായിട്ട് ഉണ്ട്. പഞ്ചായത്ത് നമ്മൾ ഗ്രാജുവലായിട്ട് വളരുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമുക്ക് 22,000-ൽ കൂടുതൽ വോട്ട് നിലവിലുണ്ട്. കഴിഞ്ഞ ടൈമിൽ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ 22,000-ൽ നിന്നും ജയിക്കുന്ന മെജോറിറ്റിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ കാണും, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണും എന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും. രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ BJP മത്സരിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത്.
അത് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP മനസ്സിലാക്കി ജനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഏൽപ്പിച്ചു. അതൊരു വലിയ ശുഭസൂചകമാണ്. BJPയെ വിശ്വാസത്തിലെടുക്കുകയും BJPയുടെ ഭരണം വരണം എന്ന് ജനങ്ങൾ ചിന്തിക്കുകയും ചെയ്യുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരുവനന്തപുരത്തെ റിസൾട്ട് അത് നമുക്ക് കേരളത്തിൽ മുഴുവൻ വലിയ പ്രചോദനം നൽകുന്ന ഒരു റിസൾട്ടാണ്. നമുക്ക് തിരുവനന്തപുരത്ത് കാണാം, നമ്മുടെ പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ തെരുവുനായ ശല്യത്തിൻ്റെ കാര്യമാണ് 1ാം സ്ഥാനത്ത് പറഞ്ഞത്. അതിന് പരിഹാരം ഏകദേശം കണ്ടുതുടങ്ങി. രണ്ടാമത്തേത് അവിടെ വീടില്ലാത്തവർക്ക് പൂർണ്ണമായും വീട് വെച്ച് കൊടുക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ്റെ ഒരു പദ്ധതി അവിടെ പ്രഖ്യാപിച്ചു. ഈ തരത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് BJPയും ഭരണം കൊടുക്കാം, BJPയും ഭരണത്തിലെത്തിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസം കൂടുകയാണ്, BJPയിലുള്ള പ്രതീക്ഷ കൂടുകയാണ്. അതുകൊണ്ട് ത്രിതല പഞ്ചായത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് BJPയുടെ ഒരു വിന്നിംഗ് കപ്പാസിറ്റി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ജനങ്ങൾ വിശ്വാസത്തോടുകൂടി BJPയെ ഭരണമേൽപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട്. അതിലൊന്ന് കേരളത്തിന്റെ മണ്ണിനെ അറിയാത്തൊരു മനുഷ്യനാണ് എന്ന് പറയാറുണ്ട്. വേരുകൾ ഇവിടെ ആണെങ്കിൽ പോലും ബാംഗ്ലൂർ ബേസ്ഡ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് കേരളം എന്നുള്ള നന്നായി അറിയാത്ത ഒരാളാണ് ഇവിടെ അധ്യക്ഷനായിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളും കൂടെ കേൾക്കാറുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തെ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് തോന്നുന്നത്? അദ്ദേഹം മലയാളിയാണ്, മലയാളം അറിയാം, മലയാളം സംസാരിക്കാൻ അറിയാം, കേരളത്തെ അറിയാം. പിന്നെ ഒന്ന് കേരളത്തെ അറിയാം എന്നുള്ളത് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. കേരളത്തെ അറിയില്ല എന്നുള്ളത്. സത്യത്തിൽ അദ്ദേഹം മനുഷ്യൻ്റെ മനസ്സറിയാം, ജനങ്ങളുടെ ചേർത്ത് നിർത്താനുള്ള ഒരു ഹൃദയ വിശാലത അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യനും ചേരുമ്പോഴുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് വലിയ വിഷ്ടറിയുള്ള നേതാവാണ് അദ്ദേഹം. പിന്നെ ഒന്ന്, അദ്ദേഹം സ്വന്തമായി ബിസിനസ് നടത്തി ഒരു സക്സസ് മാനാണ്, വിജയിച്ച ആളാണ്, ഒരു റോൾ മോഡലാണ് അദ്ദേഹം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് കേരള സമൂഹത്തിന് രാജീവ് ചന്ദ്രശേഖറിലുള്ളത്. അത് രാഷ്ട്രീയ ആരോപണങ്ങൾ കൊണ്ട് തകർക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാ മേഖലകളിലും എല്ലാ വിശ്വാസ മേഖലകളിലും പോയിട്ടുണ്ട്, പുരോഹിതന്മാരെ കാണുന്നുണ്ട്, അത്തരം ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം NDAക്ക് വോട്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് മുന്നിലുള്ള ഒരു ചോദ്യം എപ്പോഴും ഈ വിശ്വാസം തന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇവർ ചേർത്ത് നിർത്തുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വരുന്നത്. അതിനൊരു ഉത്തരവായിട്ട് തലശ്ശേരിയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അതിൽ നമ്മൾ ഒരു സമയത്തും ഒരു ഘട്ടത്തിലും ഏതെങ്കിലും മതത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രചരണം കൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ, അത് തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ്. നരേന്ദ്രമോദിജി അധികാരത്തിലേറ്റതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നതാണ്. ഇത് പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രസംഗത്തിന് ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ല, ഇത് അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കുന്നു. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ഭാരതത്തിലെ 140 ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയുമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അത് മതത്തിനനുസരിച്ച്, ജാതിക്കനുസരിച്ച്, വർഗത്തിനനുസരിച്ച്, വർണ്ണത്തിനനുസരിച്ച് ഒരു വ്യത്യസ്തതയും അതിനകത്തില്ല. എല്ലാ പദ്ധതിയും എല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വാസം. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഇടതുപക്ഷത്തിൻ്റെയാണ്. ആ പ്രൊപ്പഗൻഡയുടെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു BJP വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന സാഹചര്യം മാറി. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം മതവിഭാഗത്തിന് ശക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ആണ് ജയിക്കുന്നത്. മുത്തലാഖ് പോലുള്ള വിഷയത്തിൽ തീരുമാനമെടുത്തതിൻ്റെ ശേഷം മുസ്ലിം സ്ത്രീകളടക്കമുള്ളവർ വലിയ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക്, മോദിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രൊപ്പഗൻഡ ഇനി കേരളത്തിൽ വിലപ്പോവില്ല, അത് ഏശില്ല എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. BJP എല്ലാ മതവിഭാഗങ്ങളോടൊപ്പമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട്, തെരഞ്ഞെടുപ്പിന് വേണ്ടി, വോട്ട് നേടാൻ വേണ്ടിയിട്ടല്ല മറ്റ് മതവിഭാഗങ്ങളെ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് ചെറുപ്പത്തിൽ. അപ്പോൾ അന്ന് തൊട്ടേ പള്ളിയിൽ പോയി വികാരി അച്ഛന്മാരെ കാണാറുണ്ട്, അങ്ങനെയുള്ളവരെ സിസ്റ്റർമാരെ കാണാറുണ്ട്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ മുസ്ലിം വിഭാഗത്തിലുള്ളവരുണ്ട്, അങ്ങനെ പള്ളിയിലടക്കം പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വോട്ടിംഗ് സമയത്ത് നമ്മൾ പോയി കാണുക, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെ കാണുന്നത്. അപ്പോൾ വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്. നമസ്തേ. താങ്ക് യു.